ഇന്ന് ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ അറിയാം ന്യൂസ് ബുള്ളറ്റിൻ. ആദ്യം നോക്കാം ന്യൂസ് ഹെഡ്ലൈൻസ്. നാവികസേന ദിനാഘോഷം നാളെ. അഭ്യാസ പ്രകടനത്തിന് INS വിക്രാന്തും. ശബരിമല സ്വർണ്ണക്കൊള്ള. A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. അതിജീവിതയെ അധിക്ഷേപിച്ച സംഭവം. കൊച്ചിയിൽ 2 പേർക്കെതിരെ കേസെടുത്ത സൈബർ പോലീസ്. ഇന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ 54ാമത് ദേശീയ ദിനം. രാജ്യത്ത് 4 ദിവസം നീണ്ട അവധി. KSRTC ഡ്രൈവർ യദുവിനെ തടഞ്ഞ കേസ്. മേയറെയും MLAയും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കി. കളമശ്ശേരി SCMS കോളേജിലെ PR മാനേജറും മുൻ മാധ്യമ പ്രവർത്തകനുമായിരുന്ന സനൽ പോറ്റി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ നാവികസേന ദിനാഘോഷങ്ങൾക്കായി രാജ്യം ഒരുങ്ങുന്നു. രാജ്യത്തിന്റെ അഭിമാനമായ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് അടക്കമുള്ള യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും അഭ്യാസ പ്രകടനത്തിൽ അണിനിരക്കും. നാവികസേനയുടെ കരുത്തും പോരാട്ടവീര്യവും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ചടങ്ങ് നാളെയാണ് നടക്കുന്നത്. രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷാ സജ്ജീകരണങ്ങൾ വ്യക്തമാക്കുന്ന പ്രൗഢഗംഭീരമായ പരിപാടികളാണ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. അവസാന ഡ്രസ് റിഹേഴ്സലിൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിന്റെ എൻട്രി. പിന്നാലെ കപ്പലിൽ നിന്നും ഹെറ്റർ ജെറ്റ് 629 ടേക്ക് ഓഫ്. ശംഖുമുഖത്തെ ആകാശത്തെ വിറപ്പിച്ച 629 തീ തുപ്പിയപ്പോൾ അത് ഇന്ത്യൻ നാവികസേനയുടെ കടൽ വ്യോമ കരുത്തിന്റെ സമ്മേളനമായി. കില്ലർ മിസൈൽ ബോട്ടുകൾ തൊടുത്തുവിട്ട മിസൈലുകൾ, MH-60R ഹെലികോപ്റ്ററുകളുടെ പോർവീര്യം, MH-60 ഹെലികോപ്റ്ററുകൾ നടത്തുന്ന റെസ്ക്യൂ ഓപ്പറേഷനുകൾ, ശത്രുവിന്റെ റിഫൈനറുകളെ തകർത്ത് ഡിസ്ട്രോയർ കപ്പലുകൾ, ഇന്ത്യൻ നാവികസേനയുടെ കരുത്തും വേഗതയും സാങ്കേതിക മികവുമെല്ലാം സമ്മേളിക്കുന്നതാകും നാളത്തെ ഷോ. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി മാറ്റിവെച്ചു. താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും സ്വർണം പൂശുവാനുള്ള തീരുമാനം ബോർഡിന്റെ കൂട്ടായ ഉത്തരവാദിത്തമായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് പത്മകുമാർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അതിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 8ലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. വളരെ നിർണായകരമായ കാര്യങ്ങളാണ് ഈ ജാമ്യാപേക്ഷയിൽ അടക്കം A. പത്മകുമാർ സൂചിപ്പിച്ചിരിക്കുന്നത്. അന്ന് ബോർഡിൽ അംഗങ്ങളായിരുന്ന മറ്റ് വ്യക്തികളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലാണ് ഈ ജാമ്യാപേക്ഷ വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൈമാറിയതും സ്വർണം കൊണ്ടുപോയതുമെല്ലാം മറ്റ് ആളുകളുടെ കൂടി അറിവോടെയാണ് എന്ന കാര്യമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നിലവിൽ തന്നെ മാത്രമാണ് ഇതിലിപ്പോൾ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ മാസം 8-നായിരിക്കും ഈ കാര്യം പരിഗണിക്കുക. കൊച്ചിയിൽ അതിജീവിതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ച സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. സമൂഹ മാധ്യമങ്ങൾ വഴി അതിജീവിതയ്ക്ക് നേരെ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയ 2 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൈബർ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് കേസ്. പ്രതികളെ കണ്ടെത്തുവാനും നിയമ നടപടികൾ പൂർത്തിയാക്കുവാനുമായി അന്വേഷണം ഊർജിതമാക്കിയതായി സൈബർ പോലീസ് അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതയെ വെളിപ്പെടുത്തുന്നതും ഒപ്പം അതിജീവിതയെ അപമാനിച്ചതുമൊക്കെയായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് നിരവധി വന്നിട്ടുണ്ട്. അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ ആലുവ റൂറൽ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്നത്. പുതുതായി 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. രാജു, റസാഖ് എന്നിങ്ങനെ 2 ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നുള്ളവരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതിജീവിതയെ വെളിപ്പെടുത്തുന്ന രീതിയിൽ ഫോട്ടോകൾ വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ്. കൂടുതൽ കേസുകൾ ഇനി വരുന്ന മണിക്കൂറിൽ വരുമെന്നാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇന്ന് ഡിസംബർ 2 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതിന്റെ 54ാമത് ദേശീയ ദിനമായ ഈദ് അൽ ഇത്തിഹാദ് ആഘോഷിക്കുന്നതിന്റെ നിറവിലാണ്. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ 7 എമിറേറ്റുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു രാഷ്ട്രമായി മാറിയതിന്റെ ഈ ചരിത്ര ദിനം രാജ്യമെങ്ങും ആഘോഷിക്കുകയുമാണ്. ഈ സുപ്രധാന ദിനത്തോടനുബന്ധിച്ച് 4 ദിവസത്തെ നീണ്ട അവധി പ്രഖ്യാപിച്ചത് പൗരന്മാർക്കും പ്രവാസികൾക്കും ഇരട്ടി സന്തോഷമാണ് നൽകിയിട്ടുള്ളത്. UAEയുടെ 54ാമത് ദേശീയ ദിനാഘോഷം അക്ഷരാർത്ഥത്തിൽ വർണ്ണവിസ്മയം തീർക്കുകയാണ്. യുണൈറ്റഡ് എന്ന ഈ വർഷത്തെ പ്രമേയം ദേശീയ ഐക്യത്തിന്റെ സന്ദേശം കൂടുതൽ ദൃഢമാക്കുന്നു. അബുദാബി, ദുബായ്, ഷാർജ ഉൾപ്പെടെ എല്ലാ എമിറേറ്റുകളിലും പ്രധാന കെട്ടിടങ്ങളും വീതികളിലും ദേശീയ പതാകയുടെ ചതുർവർണ്ണങ്ങളായ
ചുവപ്പ്, പച്ച, വെള്ള, കറുപ്പ് നിറങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ബുർജ് ഖലീഫയിലും ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലും രാത്രിയിൽ വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗങ്ങളും ലേസർ ഷോകളും നടക്കും. അതോടൊപ്പം പരമ്പരാഗത എമിറാത്തി കലാരൂപങ്ങളായ അൽ അയാല, അൽ ഹർബിയ നൃത്തങ്ങളും സാംസ്കാരിക പരിപാടികളും രാജ്യമെങ്ങും അരങ്ങേറുന്നു. സൗജന്യ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയതോടെ സ്വദേശികളും പ്രവാസികളും ആഘോഷങ്ങളുടെ ഭാഗമാകാൻ നഗരത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. KSRTC ബസ് ഡ്രൈവർ യദുവിനെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട കേസിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ മേയറുടെ സഹോദരൻ മാത്രമാണ് നിലവിൽ പ്രതിയായി ഉൾപ്പെട്ടിട്ടുള്ളത്. 2024 ഏപ്രിൽ 27 രാത്രി 10 മണിക്കാണ് തിരുവനന്തപുരത്ത് വെച്ച് KSRTC ബസ് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA-യും സഞ്ചരിച്ച വാഹനം ഉപയോഗിച്ച് തടയുകയും തുടർന്ന് KSRTC ബസ് ഡ്രൈവറായ യദുവിനെതിരെ വാക്കുതർക്കം ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തത്. ഇതിനെ തുടർന്ന് യദു ആര്യ രാജേന്ദ്രനെതിരെ അസഭ്യ വാക്കുകൾ പറഞ്ഞു എന്നാരോപിച്ച് കേസ് കൊടുത്തിരുന്നു. അതിൽ നടപടി ഉണ്ടായില്ല. എന്നാൽ മേയർ യദുവിനെതിരെ കൊടുത്ത കേസ് പരിഗണിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ യദു കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് കേസ് എടുക്കുകയും തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എത്തിയിരുന്നതാണ്. ജോലി തടസ്സപ്പെടുത്തി, അസഭ്യം പറഞ്ഞു, വാഹനത്തിൽ കയറി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നൽകിയ കുറ്റപത്രത്തിൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA-യും ഒപ്പമുണ്ടായിരുന്ന വാഹനത്തിലെ മേയറിന്റെ ബന്ധുവായ ഒരു സ്ത്രീയും ഈ കേസിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടയുന്നു എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം ഈ വാഹനം വരേണ്ട യഥാർത്ഥ വഴിയിലൂടെ അല്ല ആ വാഹനം അന്ന് സഞ്ചരിച്ചത് എന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ വാഹനം മറികടക്കുന്നതിനായി മറികടന്ന് വന്നപ്പോൾ മോശമായി ആംഗ്യം കാണിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകനും കളമശ്ശേരി SCMS കോളേജിലെ PR മാനേജറുമായ സനൽ പോറ്റി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു സനൽ പോറ്റി. മാധ്യമപ്രവർത്തകനും കളമശ്ശേരി SCMS കോളേജിലെ PR മാനേജറുമായ സനൽ പോറ്റി അന്തരിച്ചു. ഏറെ നാളായി വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. നിരവധി ചാനലുകളിൽ അവതാരകനായും പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദ്ദേഹം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നു. 2 വർഷം മുൻപ് ഇരുവൃക്കകളുടെയും പ്രവർത്തനം പൂർണ്ണമായി നിലച്ചിരുന്നു. കൂടാതെ 2018 പക്ഷാഘാതം പിടിപെട്ടതിനെ തുടർന്ന് അദ്ദേഹം ദീർഘകാലം വിശ്രമത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ മാധ്യമ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. നിലവിൽ മൃതദേഹം ഇപ്പോൾ സെന്റ് ജോസഫ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതുവരെയുള്ള ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു. അടുത്ത ന്യൂസ് ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.